നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ വളരെ വിനയത്തോടെ വന്ദനം അറിയിക്കുകയാണ്. പുതുതായി ചിലരുണ്ട്. കഴിഞ്ഞ ആഴ്ചയും ഉണ്ടായിരുന്നു ഒരു സഹോദരി പ്രിൻസി ബിനു നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ ഒരു പുതിയ പേര് കണ്ടു, ആൻഡ്രൂസ് എന്ന പേര് ഞാൻ കാണുകയുണ്ടായി. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും കർത്താവ് അനുവദിക്കുന്ന പക്ഷം സംബന്ധിക്കുന്നത് സന്തോഷമാണ് എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ പതിവായി സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ബദ്ധപ്പാടുകളുടെ നടുവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. രോഗവും ശാരീരിക ക്ലേശങ്ങളും ഒക്കെ ഉള്ളവരുണ്ടെന്ന് നമുക്കറിയാം. എന്നാലും പ്രിയപ്പെട്ടവരൊക്കെ സന്തോഷത്തോടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായം 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 1 Corinthians chapter 11 verses 5 to 16. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. അത് അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെയല്ലോ. സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ചു കളയട്ടെ. കത്തിരിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും ആകയാൽ മൂടുപടം ഇടേണ്ടതല്ല. സ്ത്രീയോ പുരുഷന്റെ തേജസ് ആകുന്നു. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലോ അല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. നിങ്ങൾ തന്നെ വിധിപ്പിൻ. സ്ത്രീ മൂടുപടം ഇടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനമെന്നും, സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നത് കൊണ്ട് അവൾക്ക് മാനം ആകുന്നു എന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? ഒരു വാക്യം കൂടെ. ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്നോർക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദീർഘമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. കഴിഞ്ഞ ആഴ്ച 1 മുതൽ 16 വരെ ചിന്തിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ 1 മുതൽ 6 വരെയെങ്കിലും തീർക്കുവാൻ നമ്മൾ ഉദ്ദേശിച്ചു. പക്ഷെ 4 വാക്യങ്ങൾ മാത്രമേ ചിന്തിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. 1 മുതൽ 16 വരെയുള്ള വേദഭാഗത്തിന്റെ പ്രമേയം, വിഷയം എന്ന് പറയുന്നത് സ്ത്രീകൾ മൂടുപടം ധരിക്കണം എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ട സ്ത്രീകൾ ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർ മൂടുപടം ധരിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ അധ്യായത്തിലെ ആദ്യത്തെ 16 വാക്യങ്ങളിലൂടെ പറയുന്നത്. അതിന്റെ മുഖവുരയായ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. ആദ്യത്തെ 4 വാക്യങ്ങൾ മുഖവുരയായി ചില കാര്യങ്ങൾ ചിന്തിച്ചു. തുടർന്നുള്ളത് ഇന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ചു പോകുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല, ലളിതമാണെന്ന് തോന്നുമെങ്കിലും അത്ര ലളിതമല്ല. മനസ്സിലാക്കാൻ എന്നുള്ളതിനേക്കാൾ അത് മനസ്സിലാകത്തക്കണം പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്നാൽ വളരെ ലളിതമായി പ്രാർത്ഥനയോട് ഞാൻ കർത്താവിന്റെ പാദത്തിൽ ഇരുന്ന് ചിന്തിച്ചതും ധ്യാനിച്ചതും നിങ്ങളോട് പങ്കുവയ്ക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പങ്കുവച്ചാലും കുറെ ചോദ്യങ്ങൾ പിന്നെയും നിങ്ങളുടെ ഉള്ളിൽ ബാക്കി വരും. അങ്ങനെ വരുന്ന ചോദ്യങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഉത്തരം കണ്ടെത്തുവാൻ സ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തുവിന്റെ തല പിതാവായ ദൈവം. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രധാനമായിട്ട് ചിന്തിച്ചത്. അതോടൊപ്പം നമ്മൾ ചിന്തിച്ചത് പുരുഷന്മാർ ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മൂടുപടം തല മൂടിക്കൊണ്ട് അത് ചെയ്യരുത്. അത് ക്രിസ്തുവിനെ അപമാനിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് തീരും എന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. ഇന്ന് സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത് 5-ാം വാക്യത്തിൽ. നമുക്ക് 5-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം.
5-ാം വാക്യം മാത്രം. ആ മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു, അത് അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെയല്ലോ. അല്പസമയം എടുത്ത് ചിന്തിക്കേണ്ട ഒരു വാക്യമാണ് അത്. നമുക്കൊന്ന് ലളിതമായി ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മൂടുപടം ഇടാതെ ഒരു സ്ത്രീയെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നെങ്കിൽ അവൾ തൻ്റെ തലയെ അപമാനിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ തല എന്ന് പറയുന്നത് അവളുടെ പുരുഷനാണ്, അല്ലെങ്കിൽ ഭർത്താവാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർക്കുകയുണ്ടായി. എന്നിട്ട് പിന്നീട് പറയുന്നത്, അത് അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെ അല്ലയോ എന്ന് പറഞ്ഞാൽ തല മൊട്ടയടിച്ചതുപോലെ അല്ലയോ എന്ന് പറയുന്നുണ്ട്. നോക്കുക, അന്നത്തെ കാലത്ത് 1-ാം നൂറ്റാണ്ടിലൊക്കെ ദുർനടപ്പിൽ ജീവിക്കുന്ന സ്ത്രീകളെ അങ്ങനെയുള്ള കുറ്റത്തിന് പിടിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ശിക്ഷയാണ് ഈ തല മൊട്ടയടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തല മൊട്ടയടിച്ച ഒരു സ്ത്രീയെ പബ്ലിക് കാണുമ്പോൾ അവളെക്കുറിച്ച് വളരെ മോശമായ ഒരു സ്ത്രീ എന്നുള്ള ചിന്തയാണ് വരുന്നത്. തല മൂടാതെ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സ്ത്രീ അതിന് സമാനമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അല്പം വിശാലമായിട്ട് നമുക്ക് ചിന്തിക്കാം. ആ വാക്യം ഞാൻ ലളിതമായിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനിയും ആരാണ് വാസ്തവത്തിൽ മൂടുപടം ഇടേണ്ടത്? ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ മൂടുപടം ഇടേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ, ഏത് പ്രായത്തിലുള്ളവരാണ്? അത് കുഞ്ഞിലേ മുതലേ ഇടണമോ, അതോ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാണോ ഇടേണ്ടത്, അതോ സ്നാനം കഴിഞ്ഞാണോ, അതുമല്ല ഇനി കല്യാണം കഴിഞ്ഞാണോ ഇടേണ്ടത്? ഇങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതികൾ നമ്മുടെ മധ്യമുണ്ട്. ചിലർ ധരിച്ചിരിക്കുന്നത് കല്യാണം കഴിച്ചിട്ട് മൂടുപടം ഇട്ടാൽ മതി, ചിലർ വിചാരിക്കുന്ന സ്നാനപ്പെട്ട് കഴിഞ്ഞ് മതി, മറ്റു ചിലർ രക്ഷിക്കപ്പെടുമ്പോൾ മുതൽ ഇടണം എന്ന് വിചാരിക്കുന്നു. ചിലർ കുഞ്ഞുങ്ങൾ മുതലേ ഇടുന്നത് ഒക്കെ നമ്മൾ സഭകളിൽ കാണുന്നുണ്ട്. ഏതാണ് ശരി, എന്താണ് ശരി എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ ആരാണ് ഇടേണ്ടത് എന്നതിന്റെ ഉത്തരം ഇതാണ്. രക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടി, അവൾ എന്നവളെ സ്ത്രീ എന്ന് പറയാമോ, സ്ത്രീ എന്ന പദവിയിലേക്ക് അവൾ എന്ന് ഉയർത്തപ്പെടുന്നോ അന്നു മുതൽ തലയിൽ മൂടുപടം ഇടണം എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടെങ്കിലും സ്ത്രീ എന്ന പദവിയിലേക്ക് അവൾ ഉയർന്നിട്ടില്ലെങ്കിൽ, എത്തിയിട്ടില്ലെങ്കിൽ മൂടുപടം ഇടേണ്ടതായിട്ട് ഇല്ല. എന്നാൽ സ്ത്രീ എന്ന പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാല് മൂടുപടം ഇടേണ്ടതായിട്ടുണ്ട്. ചെറിയ പ്രായം മുതൽ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇടുന്ന കാണുന്നുണ്ട്. അതിന് നമ്മളിപ്പം നിഷേധിക്കേണ്ട കാര്യമില്ല, ഇടണ്ട എന്നൊന്നും പറയണ്ട. കാരണം അവർ സഭയിൽ കാണുന്ന മറ്റു സഹോദരിമാരൊക്കെ ഇടുന്നത് കണ്ടും അവരുടെ വീട്ടിലെ അമ്മമാരോ ചേച്ചിമാരോ ഒക്കെ ഇടുന്നതൊക്കെ കണ്ട് അവർ ചെയ്യുന്നത്, അതിനെ നിഷേധിക്കാനൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, രക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടി അവൾ എപ്പോൾ സ്ത്രീ എന്ന നിലയിലേക്ക് അവൾ ഉയർത്തപ്പെടുന്നു, ആ നിമിഷം മുതൽ, അത് കല്യാണം കഴിച്ചില്ലെങ്കിലും സ്നാനപ്പെട്ടില്ലെങ്കിലും രക്ഷിക്കപ്പെട്ടതാണോ അവൾ ധരിച്ചിരിക്കണം, മൂടുപടം ധരിച്ചിരിക്കണമെന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ചില ചോദ്യങ്ങളൊക്കെ ഉയരാം. ചിലതിന് മാത്രം ഞാൻ ഉത്തരം പറയാം. ഒന്ന്, ഇപ്പൊ ഒരു പെൺകുട്ടി സാധാരണഗതി 10, 11, 12, 13 വയസ്സിൽ അവള് സ്ത്രീ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ആ സമയത്ത് അവൾക്ക് ഭർത്താവില്ലല്ലോ. അപ്പൊ പിന്നെ അവള് മൂടുപടം ഇടേണ്ടതായിട്ടുണ്ടോ? ഇപ്പൊ തലയിൽ മൂടുപടം ഇടുന്നില്ലെങ്കിൽ അവൾ തൻ്റെ തലയെ, അഥവാ തൻ്റെ തലയെന്ന് പറയുന്നത് തൻ്റെ പുരുഷനാണ്, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവാണ്. അപ്പൊ ആ ഭർത്താവിനെ അപമാനിക്കുന്നു എന്നാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൾക്ക് ഭർത്താവില്ലല്ലോ, അപ്പോൾ പിന്നെ അവൾ ഇടണമോ? ഈ ആശയത്തിലാണ് ചിലർ കല്യാണം കഴിച്ചു മാത്രം ഇടുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ശരിയാണ്. 10, 11, 12, 13 വയസ്സായ ഒരു പെൺകുട്ടി, അവള് സ്ത്രീ എന്ന് വിളിക്കാവുന്ന പദവിയിലേക്ക് അവൾ ഉയർത്തപ്പെട്ടു. അവള് കല്യാണം കഴിച്ചിട്ടുമില്ല, ശരിയാണത്. പക്ഷേ നാം ഓർക്കണം, അവള് ഒരു വിവാഹത്തിന് ശാരീരികമായി പ്രാപ്തയാകുകയാണ് അവൾ സ്ത്രീ ആകുമ്പോൾ. മാനസികമായിട്ടായിട്ടില്ല, മറ്റു പല കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ദേശത്തെ നിയമം പാലിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ദേശത്തെ നിയമം അനുസരിച്ച് ആ സമയം ആയിക്കഴിഞ്ഞു മാത്രമേ വിവാഹം കഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പക്ഷെ അവൾ വിവാഹത്തിനായിട്ട് അവിടെ ശരീരം പ്രാപ്തമായിട്ടുണ്ട് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ അവൾ വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ അവൾക്ക് വേണ്ടി ദൈവം ഒരാളെ കരുതിയിട്ടുണ്ട്.
അവളുടെ ഒരു ഭർത്താവ് ഉണ്ട്. അത് എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് തക്ക സമയത്ത് ദൈവം വെളിപ്പെടുത്തി തരികയാണ്. അപ്പൊ അവൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ഒരാളിനെ. അപ്പൊ അവൾക്കൊരു ഭർത്താവ് വാസ്തവത്തിൽ ഉണ്ട്. അത് ദൈവം നിയോഗിച്ചിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്. അത് തെളിയിക്കാനായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ അത് വേഗം നമുക്ക് മനസ്സിലാകും. 1-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്ന കാര്യം പറയുന്നത്. അല്ലെങ്കിൽ ആദമിനെ സൃഷ്ടിച്ചത് 1-ാം അധ്യായത്തിൽ കാണുന്നു. 3-ാം അധ്യായത്തിലാണ് അവനൊരു ഭാര്യയെ ദൈവം കൊടുക്കുന്നത്. പക്ഷെ ഓർക്കണം, അവനൊരു ഭാര്യയെ കൊടുക്കുന്നത് 3-ാം അധ്യായത്തിലാണ്. അന്നേരം ഒരു സ്ത്രീയെ എവിടുന്നേലും കണ്ടുപിടിച്ചു കൊണ്ട് കൊടുക്കുകയല്ല. അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവനു വേണ്ടി ഒരു സ്ത്രീയെ ദൈവം കരുതിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഏതൊരു വ്യക്തിയും ഇവിടെ ജനിക്കുമ്പോൾ, അത് സ്ത്രീയാണെങ്കിൽ അവൾക്ക് വേണ്ടി ഒരു പുരുഷനും, പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീയും ദൈവം കരുതിയിട്ടുണ്ട്. ഇപ്പൊ പുരുഷന്മാർ സാറിന് അവരെക്കാട്ട് ഇളയവരെയാ കല്യാണം കഴിക്കുന്നെങ്കിൽ ജനിക്കുമ്പോൾ അവന് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന പെൺകുട്ടി ജനിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ദൈവത്തിന്റെ കരുതൽ അതെല്ലാം ഉണ്ട്, ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ അതെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവൾ വിവാഹത്തിന് ശാരീരികമായി പ്രാപ്തയാകുമ്പോൾ തന്നെ അവൾ തലയിൽ തുണിയിടണം. കാരണം അവൾക്ക് വേണ്ടി കരുതിയ ഒരു പുരുഷൻ ഉണ്ട് എന്നുള്ളതാണ്. ദൈവം കരുതിയിരിക്കുന്ന ഒരു പുരുഷനുണ്ട്. അതുകൊണ്ട് അതിന്റെ വിധേയത്വം കാണിക്കത്തക്കവണ്ണം അവള് തല മൂടുപടം ഇടണം. ഇതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ ഞാൻ സാധാരണ സഭകളിലും ഒക്കെ പറയാറുണ്ട്, മാതാപിതാക്കൾ എപ്പോഴും ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ അവരുടെ വിവാഹത്തിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. അവരുടെ ഭാവിക്ക് വേണ്ടി കർത്താവിന്റെ വരവ് താമസിച്ചാൽ കർത്താവെ അവർക്ക് വിവാഹം, ദൈവമേ അങ്ങ് കരുതിയിരിക്കുന്ന, അങ്ങ് അവന് വേണ്ടി അവൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, കരുതിയിരിക്കുന്ന ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കത്തക്കവണ്ണം അവൾ വിവാഹിതയാകാനുള്ള ദേശത്തെ നിയമങ്ങളും ഒക്കെ അനുസരിച്ച് സമയത്ത് കണ്ടെത്തിത്തണമേ എന്ന് മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. പിന്നെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർക്ക് വിവാഹത്തിന് അവരുടെ ശാരീരികമായിട്ട് അവരെ പ്രാപ്തരായി കഴിയുമ്പോൾ മുതൽ അവരെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ആ സമയം മുതൽ അവർ പ്രാർത്ഥിക്കുക. ദൈവമേ അങ്ങൊരുക്കുക. ഈ പ്രാർത്ഥന നിരന്തരമായി നടക്കുന്ന പക്ഷം മാതാപിതാക്കളും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളും നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പക്ഷം വളരെ കൃത്യമായി തക്ക സമയത്ത് ദൈവത്താൽ ഒരുക്കപ്പെട്ട, ദൈവം കരുതിയ ആ ഭർത്താവിനെ അല്ലെ ആ ഭാര്യയെ കണ്ടെത്താനും ആ പെൺകുട്ടിയെ കണ്ടെത്താനും ആ വിവാഹം നടക്കാനും ഇടയായിത്തീരും. അതുകൊണ്ട് ഏത് പ്രായത്തിൽ അല്ലെ എപ്പോഴെന്നുള്ളതിന്റെ ഉത്തരം ഇതാണ്. സ്ത്രീ എന്ന് എപ്പോൾ വിളിക്കാമോ ആ സമയത്താണ്, ആ സമയം മുതലാണ് രക്ഷിക്കപ്പെട്ടവര് സ്ത്രീകൾ തലയിൽ മൂടുപടം ധരിക്കേണ്ടത്. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ആ വാക്യത്തിൽ നിന്ന് കാണുന്നത്. രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന മൂടുപടം എന്നുള്ള വാക്കാണ്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഭാഗത്ത് നിന്ന് ശ്രദ്ധിച്ചേ മതിയുള്ളൂ. മൂടുപടം ഇടുക എന്ന് പറഞ്ഞത്. മൂടുപടം എന്നതിന് ഞാനത് അല്പം മനസ്സിലാക്കേണ്ടതുകൊണ്ട് അതിന്റെ ഗ്രീക്ക് വാക്കുകൂടെ ഒന്ന് അന്വേഷിക്കുകയുണ്ടായി. അന്വേഷിച്ചപ്പോൾ പെരിബോലായിയോൺ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഗ്രീക്കിൽ. അതിന്റെ അർത്ഥം വാരി പുതയ്ക്കുക, ആവരണം ചെയ്യുക, സമ്പൂർണമായി മൂടുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇതാണ് ആ മൂടുപടം എന്നതിന് നമുക്ക് കൃത്യമായി എടുക്കാൻ പറ്റുന്ന അർത്ഥം. അപ്പൊ തല മൂടുക എന്നാണ്, തലമുടി മൂടുക എന്നല്ല. തല എന്ന് പറയുമ്പോൾ തല മുഴുവനായി മൂടത്തക്കവണ്ണം. ഇവിടെ നമുക്ക് ഒത്തിരി ചോദ്യങ്ങളൊക്കെ വരും. അപ്പൊ കണ്ണ് കാണണ്ടേ പിന്നെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. പക്ഷേ ആ ചോദ്യങ്ങളൊക്കെ ദൈവജനത്തിന് മുൻപാകെ അപ്രസക്തമാണെന്ന് നമുക്ക് അറിയാം. പകരം തലയിലുള്ള അവയവങ്ങളെല്ലാം മൂടത്തക്കവണ്ണം, തലമുടി ഉൾപ്പെടെ മൂടത്തക്കവണ്ണമുള്ള ഒരു ആവരണത്തെയാണ് മൂടുപടം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന മുടി മൂടുന്ന ഒരു രീതിയാണ്. തലമുടി തന്നെ മുഴുവൻ മൂടത്തില്ല, അതിന്റെ ഒരു ഭാഗം മാത്രം മൂടുന്നതാണ്. ഇനി മറ്റൊന്ന് നെറ്റ് പോലുള്ള കവറിങ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രയോജനമില്ല, തല മൂടുന്നില്ല എന്ന് ഓർക്കണം. നെറ്റോ അതുപോലെ വളരെ ട്രാൻസ്പെയറന്റ് ആയ തുണികൾ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത്
തല മൂടാതിരിക്കുന്നതിന് തുല്യം തന്നെയാണ്. നമ്മളത് വളരെ ലഘുവായി കാണുന്നത് കൊണ്ടാണ്. ഈ ഭാഗം പഠിക്കുമ്പോൾ തല മൂടുന്നതിന്റെ ഭയങ്കരമായ ഗൗരവം, എത്ര ഗൗരവത്തിലാണ് സ്വർഗത്തിലെ ദൈവം ആ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാകും. അതുകൊണ്ട് നമുക്ക് ഉദാസീനമാകാൻ പറ്റത്തില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്നത് മാത്രമല്ല, നമുക്കറിയാമല്ലോ ഇപ്പൊ തലയിൽ തുണി ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള നിലയിലോട്ട് പുതിയ തലമുറ ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല മൂടുപടം ഇടണം. നമ്മള് വളരെ പ്രായമുള്ളവർക്കറിയാം, പഴയ കാലത്തെ അമ്മച്ചിമാരൊക്കെ സഭായോഗങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ അവര് തല മൂടി എന്ന് പറഞ്ഞ കണ്ണ് കഷ്ടിച്ച് കാണത്തക്കവണ്ണമാണ്. എനിക്ക് ഓർമ്മയുണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു കാലമായിരുന്നു. അത് പുരോഗമിച്ചു വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇട്ടു എന്ന് വരുത്തുക മാത്രമാണ്. ഞാൻ തലയിൽ തുണി ഇട്ടിട്ടുണ്ട് എന്ന് വരുത്തുക മാത്രമാണ് ചെയ്യുന്നത്. തിരുവചനം അതിന്റെ ഉള്ള അർത്ഥത്തിൽ പഠിക്കുമ്പോൾ തല മൂടി തന്നെ ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ മൂടുപടമിടണം എന്ന് തന്നെയാണ് തിരുവെഴുത്ത് പറയുന്നത്. ഇതും ആ വാക്യത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് ആ വാക്യത്തിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത്, അവിടെ പറഞ്ഞിരിക്കുന്നത് മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും, പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ, അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുക, നമ്മുടെ കാര്യങ്ങളോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഒക്കെ പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. ഈ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമത്തിലെ പ്രവചനവും പുതിയ നിയമത്തിലെ പ്രവചനവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഇതൊക്കെ പറയുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ വരുമെന്ന് എനിക്കറിയാം. ഞാൻ ആ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മുഖവര എല്ലാവരുടെയും മനസ്സിൽ ഇരിക്കണം. മുഖവരായി പറഞ്ഞ കാര്യങ്ങൾ, വാക്കുകൾക്ക് പഴയ കാലത്തെയും പുതിയ കാലത്തെയും തമ്മിലൊക്കെ വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചിട്ടുണ്ട്. ചില വർഷങ്ങൾ, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് സാധനങ്ങൾ, അല്ലെ ഹാർഡ്വെയർ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇരുമ്പ് കട എന്നാണ്. ഇപ്പൊ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ മെക്കാനിസം ാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ആ വാക്ക് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ പ്രവചനവും പുതിയ നിയമത്തിലെ പ്രവചനവും തമ്മിൽ വ്യത്യാസമുണ്ട്, അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിലെ പ്രവചനം എന്ന് പറയുന്നത് അത് എബ്രായർ 1:1 ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെ സംസാരിക്കുകയും ആ സംസാരിക്കുന്നത് തിരുവെഴുത്തായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പഴയ നിയമത്തിലെ പ്രവചനം എന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ പ്രവചനം എന്ന് പറയുന്നത് എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് വിശദീകരിക്കുന്നതിനെയാണ് പുതിയ നിയമത്തിലെ പ്രവചനം എന്ന് പറയുന്നത്. ഇനി ഞാൻ അതിന് വാക്യം കൂടെ കാണിച്ചു തരുമ്പോൾ അത് മനസ്സിലാകും. 2 വാക്യങ്ങളാണ് വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് അപ്പോസ്തല പ്രവൃത്തി 15:32. അപ്പോസ്തല പ്രവൃത്തി 15:32 ഒന്ന് വായിക്കാം. യൂദായും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. നോക്കുക, അത് അവിടെ സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. യൂദായും ശീലാസും അല്ലേ? യൂദായും ശീലാസും യൂദായും ശീലാസും ഒരു പ്രവാചകന്മാരാകൊണ്ട് അവര് പ്രവചിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പല വചനങ്ങളാലും സഹോദരന്മാരെ ഉപദേശിച്ച് ഉറപ്പിച്ചു. അപ്പൊ വചനം വിശദീകരിക്കുകയാണ് ചെയ്തത്. ഇനിയും ഒരു വാക്യം ഞാനങ്ങ് പറയുന്ന ഒരു വാക്യം കൂടെ കേൾക്കുക, നമ്മൾ പലപ്പോൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. ലൂക്കോസ് 16:16 പറയുന്നുണ്ട്, പ്രവാചകന്മാരുടെയും ന്യായപ്രമാണത്തിന്റെയും കാലം യോഹന്നാൻ സ്നാപകൻ വരെ ആയിരുന്നു എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ പഴയ നിയമത്തിലെ പ്രവചനം എന്ന് പറയുന്നത് അവിടെ അവസാനിച്ചു. ലൂക്കോസ് 16:16 16 അതന്നെ. 16 നമ്മൾ ചിലപ്പോഴൊക്കെ വായിച്ചിട്ടുള്ളതാണത്. എന്നാലും ഒന്ന് വായിച്ചിരുന്നല്ലേ. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. യോഹന്നാൻ വരെ ആയിരുന്നു. അപ്പൊ പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ദൈവം പ്രവാചകന്മാരോട് സംസാരിച്ച് അത് തിരുവെഴുത്തായി രേഖപ്പെടുത്തുന്ന ആ കാലം എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനോടുകൂടി അവസാനിച്ചു. എന്നാൽ പിന്നെയും പ്രവചനത്തെ പറ്റി പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. ആ പറയുന്ന പ്രവചനം എന്ന് പറഞ്ഞാൽ അന്ന് പ്രവചിച്ച, അല്ലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തി തന്ന വചനത്തെ വിശദീകരിക്കുന്നതിനെയാണ് പ്രവചനം എന്ന് പറയുന്നത്. ഇനി 1 കൊരിന്ത്യർ 14:29 ഒന്ന് വായിച്ചു. നമ്മളത് പഠിക്കാൻ പോകുന്ന ഒരു വാക്യം എന്നാലും ഒന്ന് വായിക്കാം. 14:29. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. നോക്ക്, പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും, പ്രവചിക്കുക എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രവാചകന്മാർ 2-3 പേര് ഓരോ കൂടിവരവിൽ, നമ്മളത് പഠിക്കുമല്ലോ, അപ്പോൾ അത് വിശാലമായി ചിന്തിക്കാം. ഒരു കൂടിവരവ് വരുമ്പോൾ
2-3 പേര്, പ്രവാചകന്മാർ 2-3 പേര് വചനത്തിൽ നിന്ന് സംസാരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലെ പ്രവചനം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന, വിശദീകരിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, മൂടുപടം ഇട്ടുകൊണ്ട് സഹോദരിമാര് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാം, പ്രാർത്ഥിക്കാം, അവര് ദൈവവചനത്തിൽ നിന്ന് വിശദീകരിക്കുക ഒക്കെ ചെയ്യാം. അതിനുള്ള അനുവാദമുണ്ടോ? ഉണ്ട് എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. പക്ഷെ തല മൂടിക്കൊണ്ട് വേണം, മൂടുപടം ഇട്ടുകൊണ്ട് വേണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മളൊരു 2 വാക്യം ഇനി ഒന്ന് വായിക്കണം. ആ 2 വാക്യത്തിന്റെ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ട്. അത് 1 കൊരിന്ത്യർ 14:34 1 കൊരിന്ത്യർ 14:34. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാൻ അല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. ഇല്ലല്ലോ. അതിന്റെ അത് മൊത്തമായിട്ട് ആ വാക്യം ശ്രദ്ധിച്ചാൽ ഇത്രയേ ഉള്ളൂ. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ മൗനമായിരിക്കട്ടെ എന്ന. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും അവിടെ മൗനമായിരിക്കട്ടെ എന്ന് വെച്ചാൽ പാട്ട് പാടരുതെന്നോ ആമീൻ പറയരുതെന്നോ സാക്ഷ്യം പറയരുതെന്നോ ഒന്നും അല്ല. നമ്മൾ പറഞ്ഞതുപോലെ അതിന്റെ അല്പം വിശദീകരണം മറ്റൊരു വാക്യത്തിലുണ്ട്, അതുകൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ഞാൻ ഏറെ വിശദീകരിക്കാതെ അത് മനസ്സിലാകും. 1 തീമത്തിയോസ് 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. 1 തീമത്തിയോസ് 2-ാം അധ്യായം 11-12. ഔവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതന്മാരും എല്ലാറ്റിലും വിശ്വസ്തന്മാരുമായിരിക്കണം. ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും. 1 തീമത്തിയോസ് 2:11 ഒന്നുകൂടെ നോക്കിയേ. അതെ ഞങ്ങളെ 1 തീമത്തിയോസ് 2:11 ഞാൻ അല്ല സോറി 3 ആയിരുന്നു വെച്ചേ. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടു കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാൻ അല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. നോക്കുക, കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞ വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും സ്ത്രീകൾ മൗനമായി ഇരിക്കട്ടെ, സംസാരിക്കാതിരിക്കട്ടെ, മിണ്ടാതിരിക്കട്ടെ. അതിനൊക്കെ വേറെ വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അത് പഠിക്കുമ്പോൾ അതൊക്കെ നോക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോ സംസാരിക്കാതിരിക്കട്ടെ അല്ലെ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളതിന്റെ വിശദീകരണം തീമത്യോസിൽ പറയുമ്പോൾ എന്താ പറയുന്നത്? വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, അവര് പുരുഷന്റെ മേൽ അധികാരം നടത്താനോ പുരുഷനെ ഉപദേശിപ്പാനോ സമ്മതിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വരും. അത് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിച്ചാട്ടം. അപ്പോൾ വിശുദ്ധന്മാരുടെ സർവ്വസഭകൾ, അപ്പൊ സഭായോഗങ്ങളിൽ പുരുഷന്മാർ കൂടെ ഇരിക്കുന്ന ഇടത്ത് പുരുഷനെ ഉപദേശിക്കുവാൻ, അത് ദൈവവചനത്തിൽ നിന്നായാലും പുരുഷനെ ഉപദേശിക്കാനോ പുരുഷന്റെ മേൽ കർത്തൃത്വം നടത്താനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. അപ്പോൾ പിന്നെ എവിടെയാണ് ഇവര് സ്ത്രീകൾ പ്രാർത്ഥിക്കേണ്ടതും ഉപദേശിക്കേണ്ടതും ഒക്കെ, അല്ലെങ്കിൽ പ്രവചനം പറയേണ്ടത്, പ്രവചിക്കോ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷയൊക്കെ ചെയ്യേണ്ടത് എവിടെയാണ്? നമുക്കറിയാം, ഒറ്റയ്ക്കിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, സ്ത്രീകളുടെ യോഗങ്ങളുണ്ട്, കുട്ടികളുടെ യോഗങ്ങളുണ്ട്. അവിടെ ഒക്കെ സഹോദരിമാര് പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ തല മൂടിക്കൊണ്ട് വേണം ചെയ്യാൻ. എന്നാൽ പുരുഷന്മാരിരിക്കുന്ന സ്ഥലത്ത് അവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഉപദേശിപ്പാനോ അവരുടെ മേൽ ലീഡ് ചെയ്യാനോ അവരെ അനുവദിക്കുന്നില്ല എന്ന് തിരുവെഴുത്ത് കാണുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് 1 തീമോഥെയോസ് 2:13-14 അതിന്റെ ഒരു ചെറിയ മറുപടി ഉണ്ട്. ഇവിടെ നമ്മൾ പിന്നെയും വായിക്കും, അതുകൂടെ ഒന്ന് വായിച്ചാല്. 1 തീമോഥെയോസ് 2:13-14. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. അവിടെ തന്നെ ഒരു എന്തുകൊണ്ടാണ് പുരുഷനെ ഉപദേശിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പുരുഷന്റെ മേൽ ലീഡ് ചെയ്യണ്ട എന്ന് ചോദിച്ചാൽ, ഒരു ദൈവികമായ ഒരു പദ്ധതിയാണത്. ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമമാണത്. പുരുഷനെയാണ് ആദ്യം സൃഷ്ടിച്ചത്. 2, ലംഘനത്തിലകപ്പെട്ടത് സ്ത്രീയാണ്. ഇങ്ങനെ ഈ 2 കാരണങ്ങളാൽ ഈക്വൽ ആണെങ്കിലും അതിലൊരു 1-ാം സ്ഥാനം പുരുഷനാണ് എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ആ പുരുഷനെ ഉപദേശിക്കേണ്ടതില്ല. നമുക്കറിയാം,
പിതാവും പുത്രനും തുല്യരാണെന്ന് നമുക്കറിയാം, നമ്മളത് പഠിച്ചതാണ്. പിതാവും പുത്രനും തുല്യരാണെങ്കിലും പിതാവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ചും പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞും പിതാവിന് കീഴ്പ്പെട്ടുമാണ് പുത്രൻ ഇരിക്കുന്നത്. ഒരിക്കൽ പോലും പിതാവിനെ ഒരു ചെറിയ നിലയിലെങ്കിലും കൗൺസിൽ ചെയ്തതായിട്ട് അല്ലെ ഉപദേശിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പൊ അതുപോലെ സ്ത്രീയും പുരുഷനും തുല്യര് തന്നെയാണ്. അത് നമ്മൾ വരുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷേ ആ പുരുഷന്റെ ഒന്നാം സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. ദൈവം കൊടുത്ത ആ ഒരു ഒന്നാം സ്ഥാനം. സ്ത്രീ പാപം ചെയ്ത് അല്പം പിന്നോട്ട് പോയതും അതും ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അപ്പൊ സ്ത്രീകൾ മൂടുപടം ഇടണം എന്ന് പറയുമ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീ എന്ന പദവിയിലേക്ക് എത്തുമ്പോൾ അത് ചെയ്യണം. മൂടുപടമായിരിക്കണം ഇടേണ്ടത്. അത് ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ അല്ലെങ്കിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് അവർക്ക് അനുവദിച്ചിട്ടുള്ള ഇടങ്ങളിലായിരിക്കണം. പുരുഷന്റെ മേൽ ആ അനുവാദം ഇല്ല എന്നുള്ളത് ഓർക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ തലയിൽ മൂടുപടം ഇടുന്നതിനാൽ അവൾ വെളിപ്പെടുത്തുന്ന കാര്യം എന്താണ്? ഞാൻ ദൈവത്തെയും ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെയും ദൈവം എനിക്ക് എൻ്റെ ഭർത്താവായി തന്ന പുരുഷനും ഞാൻ കീഴ്പ്പെടുന്നു, ഞാൻ അവരെ ബഹുമാനിക്കുന്നു, അവരെ അംഗീകരിക്കുന്നു, കീഴ്പ്പെടുന്നു എന്നുള്ളതാണ് അതിലൂടെ വെളിപ്പെടുന്നത്. പിന്നീട് നമ്മൾ കണ്ടു അങ്ങനെ ഇല്ലെങ്കിൽ തല ക്ഷൗരം ചെയ്യിച്ചതുപോലെ എന്ന് പറഞ്ഞു. ഞാൻ ഓർപ്പിച്ചു, തല ക്ഷൗരം ചെയ്യുന്നത് ആരാണെന്ന് ചിന്തിച്ചു. ദുർനടപ്പിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് അവരുടെ തല മൊട്ടയടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തല മൂടാതെയാണ് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നെങ്കിൽ ദുർനടപ്പിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് സമാനമായ അവളെ കാണാൻ പറ്റുകയുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തല മൂടുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, ലളിതമായ ഒരു കാര്യമല്ല. അത് വളരെ ഗൗരവമായി തന്നെ ദൈവം കാണുന്നു എന്ന് നമ്മൾ ഓർക്കണം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഒരു വാക്കുകൂടെ ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. തല മൂടുന്നത് ആവശ്യമാണ്, അത് ഏറ്റവും അനുഗ്രഹമാണ്. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുകയാണല്ലോ. എന്നാൽ തല മൂടുകയും ഭർത്താക്കന്മാർക്ക്, കർത്താവിനുൾപ്പെടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു തെറ്റായിട്ടാണ് ഇരിക്കുന്നത്. എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത മാത്രം ഞാൻ വചനത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ മാത്രം ഓർപ്പിക്കാം. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് തന്റെ മരണത്തെ കുറിച്ച് പ്രസ്താവിച്ചപ്പോൾ, അത് മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിലുണ്ട്, വായിക്കുന്നില്ല. താൻ യെരൂശലേമിലേക്ക് പോവാണ്, എന്നെ പിടിക്കും, അടിക്കും, കൊല്ലും, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് ഒരു കാര്യം ചെയ്തു. കർത്താവിനെ വേറിട്ട് അല്പം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ എന്ന് വിളിച്ചു. കർത്താവേ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് അങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞു. അവനെ വിളിച്ചത് സാത്താനെ എന്ന് കർത്താവ് വിളിച്ചത്. എന്ന് വെച്ചാൽ കർത്താവെ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് കർത്താവിനെ ഉപദേശിക്കാൻ അവന് അവകാശമില്ല. അവനല്ല ആർക്കും അവകാശമില്ല കർത്താവിനെ ഉപദേശിക്കാൻ. നിനക്ക് അങ്ങനൊന്നും പറ്റരുത് എന്ന് പറയുന്നത് ഒരു ഉപദേശമാണ്. അതിനെ ആ സമയത്ത് വിളിച്ചത് അത് സാത്താന്യമാണ്. അതുകൊണ്ട് സാത്താനെ എന്നാണ് വിളിച്ചത്. അതുകൊണ്ട് തല മൂടണം. ആ മൂടുന്ന സ്ത്രീകള് കർത്താവിനെ അനുസരിക്കുന്ന പോലെ, അത് തിരുവഴുത്തിൽ പറയുന്നുണ്ട്, കർത്താവിനെ അനുസരിക്കുന്ന പോലെ ഭർത്താക്കന്മാരെയും അനുസരിക്കാനും കീഴ്പ്പെടാനും അവർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു ആത്മീയ ചിന്തയോടെ അവിടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ ആത്മീക ശുശ്രൂഷകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്യുന്നതാണ്. അത് ദൈവം പറയുന്നത് പോലെ വളരെ കൃത്യമായി ദൈവം തരുന്ന വാക്ക്, വാചകം, ആലോചന എന്ന് മാത്രമല്ല, അതിൽ നാം എങ്ങനെ വിനയപ്പെട്ട് ആയിരിക്കണമോ അതുപോലെ നാം ആയിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് അത് പ്രസാദകരമാകുള്ളൂ എന്ന് കൂടെ ഒരു പാഠം നമുക്കിവിടെ ലഭിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനിയുള്ള വാക്യങ്ങൾ ചിലതൊന്നും അധികം വിശദീകരിക്കേണ്ട. 6-ാം വാക്യം വായിക്കാം. സ്ത്രീ മൂടുപടം ഇടുന്നില്ല എങ്കിൽ മുടി കത്രിച്ചു കളയട്ടെ. കത്രിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. വീണ്ടും മൂടുപടം ഇടണം. അതിന്റെ ഗൗരവത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എന്താണത് പറഞ്ഞിരിക്കുന്നത്? മൂടുപടം ഇടുന്നില്ലെങ്കിൽ അതിന് പകരം മുടി കത്രിച്ചാൽ മതി എന്നല്ല. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. മൂടുപടം ഇടുന്നില്ലെങ്കിൽ അതിന് പകരം മുടി അങ്ങ് കത്രിച്ചാൽ മതി, അല്ലെങ്കിൽ മുടി മൊട്ടയടിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഗുരുതരാവസ്ഥ കാണിക്കാൻ വേണ്ടിയാണ്. മുടി കത്രിക്കുക, മുടി ക്ഷൗരം ചെയ്യുക, മൊട്ടയടിക്കുക.
ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ അവരുടെ കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ചാണ്. ചിലരുടെ കുറ്റത്തിന് അത്രത്തോളം ഗൗരവം ഇല്ലെങ്കിൽ മുടി കത്തിരിച്ച് വിടത്തേ ഉള്ളൂ, പറ്റ കത്തിരിച്ചങ്ങ് വിടും. അല്ല കുറച്ചുകൂടെ ഗൗരവമുള്ളതാണെങ്കിലാണ് മുട്ടയടിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സമൂഹത്തിൽ വലിയ ലജ്ജാകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിന് സമാനമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാ, അതിന് സമാനമാണ് തലയിൽ മൂടുപടമിടാതെ ആത്മീയ ശുശ്രൂഷകളിൽ സംബന്ധിക്കുകയും ആത്മീയ ശുശ്രൂഷകളിൽ ചെയ്യുകയും ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത്. നമുക്കറിയാം, ദുർനടപ്പിൽ ജീവിക്കുന്ന സ്ത്രീകൾ പോലും തലമുടി കത്തിരിക്കാനോ തലമുട്ടയടിക്കാനോ അവർ സമ്മതിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തല മൂടുന്നത് എത്ര ഗൗരവമുള്ള കാര്യമാണ് എന്നാണ് ആ ഭാഗത്ത് നിന്ന് ഓർപ്പിക്കുന്നത്. ഒരു സ്ത്രീ തല മൂടുന്നില്ലെങ്കിൽ, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും അവൾ തല മൂടുകയും ചെയ്യുന്നില്ലെങ്കിൽ, അവൾ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് കർത്താവിനെയോ എൻ്റെ ഭർത്താവിനെയോ അനുസരിക്കാനും വിനയപ്പെടാനും കീഴ്പ്പെടാനും മനസ്സില്ല എന്നാണ്. ആ മൂടുപടം ഇടാതെ ഒരു സ്ത്രീയെ ആത്മീയ ശുശ്രൂഷകൾ പങ്കെടുക്കുകയോ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ അവൾ പറയാതെ പറയുന്ന ഒരു കാര്യം ഇതാണ്: എനിക്ക് മനസ്സില്ല എൻ്റെ ഭർത്താവിനെ അംഗീകരിക്കാൻ, അനുസരിക്കാൻ, കർത്താവിനെയും എന്ന് പറയാൻ. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം കൂടെ ഞാനങ്ങ് മനസ്സിൽ പറയാണ്: അങ്ങനെ ഭർത്താവിനെ അനുസരിക്കാത്ത, കർത്താവിനും ഭർത്താവിനും കീഴ്പ്പെടാത്ത ഒരു സ്ത്രീയുടെ ശുശ്രൂഷ എനിക്ക് ആവശ്യമില്ല എന്നാണ് കർത്താവിന് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അടുത്ത വാക്യത്തിലേക്ക് പോവുകയാണ്. 7-ാം വാക്യം നമുക്ക് വായിക്കാം. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും ആകയാൽ മൂടുപടം ഇടേണ്ടതല്ല, സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. നമുക്ക് അല്പമായിട്ട് ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒത്തിരി സമയം വേണ്ട, അല്പം ചിന്തിക്കണം. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും ആകയാലാണ് മൂടുപടം ഇടേണ്ട എന്ന് പറയുന്നത്. പുരുഷൻ മൂടുപടം ഇടേണ്ട എന്ന് പറഞ്ഞു. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയാണ്, ദൈവത്തിന്റെ തേജസ്സാണ്. നമുക്കറിയാം, ആദമിനെ സൃഷ്ടിച്ചത് സ്വരൂപത്തിലാണ്. സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവത്തിന്റെ ഒരു പ്രതിമയായിട്ടാണ്. അതിൽ ദൈവത്തിന്റെ ആ രൂപം, അതേ രൂപം പോലെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സ്വരൂപം. എന്നാൽ സ്ത്രീയെ ആ പ്രതിമയാണെന്ന് പറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ പ്രതിമയായിട്ടല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുമ്പോൾ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിൽ ശരീരഘടനയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഭൂമിയിലെ ജീവിതത്തിന്റെ സുഗമമായ പോക്കിന് വേണ്ടി അവരുടെ ബോഡി സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്നാൽ പുരുഷന് ആ ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് പ്രതിമ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഗാന്ധിയുടെ പ്രതിമ എന്ന് പറഞ്ഞാൽ ആ പ്രതിമ കണ്ടാൽ ഗാന്ധിയാണെന്ന് തന്നെ തോന്നും. നമ്മൾ കല്ലുകൊണ്ടുള്ളതൊക്കെയാണ് കാണുന്നത്, മെഴുകൊണ്ടൊക്കെ ഉള്ളത് ഉണ്ട് അത്രയും. അത് കണ്ടാൽ, ഞാൻ കണ്ടിട്ടില്ല, കണ്ടാൽ അങ്ങ് ജീവൻ തുടിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ഗാന്ധിയാണെന്ന് തന്നെ തോന്നും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയാണ്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ പ്രതിനിധീകരിക്കുന്നവരായിട്ടാണ് ദൈവം അവരെ വെച്ചിരിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ ശേഷം ദൈവം പറഞ്ഞത് ഈ കാണുന്ന സകലത്തെയും അടക്കി ഭരിച്ചുകൊള്ളാനാ. ദൈവമാണ് ഭരിക്കേണ്ടത്. പക്ഷെ ദൈവത്തിന് പകരം ഭരിക്കാനുള്ള അവകാശം കൊടുത്തത് ആദവനാ കൊടുത്തത്. ആദവനോട് പറഞ്ഞത് സകലത്തെയും അടക്കി ഭരിച്ചുകൊള്ളാനാണ് പറഞ്ഞത്. അതാണ് പ്രതിമയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത് ദൈവത്തിന്റെ തേജസ്സാണ്. അതാണ് അല്പം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിന്റെ തേജസ്സാണ് പുരുഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഉൽപ്പത്തിയിലെ 1-2 കാര്യങ്ങളൊന്നും ഓർക്കുകയാണ്, വായിക്കുന്നില്ല. നമുക്ക് വളരെ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട്. ആദം ഹവ്വമാരെ സൃഷ്ടിച്ച് ദൈവം അവരെ തേജസ് കൊണ്ട് പൊതിഞ്ഞിരുന്നു എന്ന് നമുക്കറിയാം. അവർ തേജസ് കൊണ്ട് പൊതിഞ്ഞിരുന്നു. എന്നാൽ അവർ പാപം ചെയ്തപ്പോൾ തേജസ് നഷ്ടപ്പെടുകയും അവര് നഗ്നരെന്നവരെ അറിയുകയും ചെയ്തു. അതുവരെ അറിഞ്ഞില്ല. അപ്പൊ അവരെ തേജസ് പൊതിഞ്ഞിരുന്നു. ആ തേജസ് കൊണ്ട് പൊതിഞ്ഞിരുന്നത് കൊണ്ട് അവർ നഗ്നരെന്ന് അറിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ അവരെ നോക്കുമ്പോൾ അവരെ അല്ല കാണുന്നത്, പകരം തേജസ്സാണ് കാണുന്നത്. അവരെ കാണുന്നില്ല, അവരുടെ ശരീരം കാണുന്നില്ല. കാരണം ആവരണം ചെയ്തിരിക്കുന്ന തേജസ്സാണ് കാണുന്നത്. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ തേജസ് പുരുഷനിൽ കാണണം. പുരുഷന്മാർക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. തേജസ് കാണുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണുക എന്ന് തന്നെയാണ് അർത്ഥം. പുരുഷന്മാർക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. ഒരു മനുഷ്യനെ നമ്മൾ അറിയുന്നത് അവരുടെ വാക്കിലും പ്രവൃത്തിയിലും കൂടെയാണ്. ഇതുപോലെ ഓരോ പുരുഷന്റെയും
വാക്കിലൂടെ രക്ഷിക്കപ്പെട്ട പുരുഷന്മാരുടെ കാര്യം പറയുന്നത്. രക്ഷിക്കപ്പെട്ട ഓരോ പുരുഷനിലും കാണപ്പെടേണ്ടത് ദൈവത്തിന്റെ തേജസ്സാണ്, അഥവാ ദൈവത്തെയാണ്. അവരുടെ വാക്കിലും പ്രവൃത്തിയിലും ദൈവം വെളിപ്പെടുവാൻ മറ്റുള്ളവർ കാണാനിടണം. അവരെ നോക്കുന്നവർ ദൈവ തേജസ് അവരിൽ കാണണം, ദൈവത്തിന്റെ മഹത്വം അവരിൽ കാണണം. അവരുടെ വാക്ക് അങ്ങനെയുള്ളതായിരിക്കണം, അവരുടെ പ്രവൃത്തി അങ്ങനെയുള്ളതായിരിക്കണം. ഇതാണ് പുരുഷൻ ദൈവത്തിന്റെ തേജസ്സാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ ഉത്തരവാദിത്വം ഇല്ലേ? അവർക്ക് ദൈവത്തെ വെളിപ്പെടുത്താൻ, അവരെ നോക്കുന്നവർ ദൈവത്തെ കാണാൻ ആവശ്യമില്ലേ? ഉണ്ട്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. അത് വളരെ പ്രാർത്ഥനയോടെ ഒന്ന് ശ്രദ്ധിക്കാം, എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ട്. പുരുഷൻ ദൈവത്തിന്റെ തേജസ്സാണ്, സ്ത്രീയെ പുരുഷന്റെ തേജസ്സാണ്. അപ്പൊ പുരുഷനിൽ കാണുന്ന തേജസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസ്സാണ്. ആ തേജസ്സാണ് സ്ത്രീയെ. അപ്പോൾ സ്ത്രീയിൽ കാണുന്നതും ദൈവത്തിന്റെ തേജസ് തന്നെയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ സ്ത്രീക്കും അവളെ നോക്കുന്നവർ ദൈവത്തെ കാണാൻ ഇടയാകണം. എങ്ങനെ? അവളുടെ വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തെ കാണാൻ ഇടയാകണം. കാരണം തേജസ്, ദൈവത്തിന്റെ തേജസ് ആ പുരുഷനിലേക്ക് വരുന്നു, ആ പുരുഷന്റെ തേജസ് സ്ത്രീയിലേക്ക് വരുന്നു, പുരുഷന്റെ തേജസ് ദൈവത്തിന്റെ തേജസ് തന്നെയാണ്. അതുകൊണ്ട് അവളിലും ദൈവ തേജസ്സാണ് കാണേണ്ടത്. അവളെ നോക്കുന്നവർ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തെ കാണാൻ ഇടയാകണം. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പ്രതിമയായതുകൊണ്ട് പുരുഷൻ മൂടുപടം ഇടേണ്ടതില്ല എന്നാണ് അവിടെ പറയുന്നത്. നമുക്കിനിയും 8ാമത്തെ വാക്യം വായിക്കാം. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. ഏറെ ഒന്നും പറയാൻ അവിടെ ആവശ്യം ഇല്ലാത്ത കാര്യമാണ്. നാം അറിയുന്നത് പോലെ പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്ന് അത്രേ ഉണ്ടായത്. ഇത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 21-22 വാക്യങ്ങൾ പറയുന്ന കാര്യമാണ്. കാര്യം മനുഷ്യന് അതായത് തുണയെ അവൻ കണ്ടെത്തിയില്ല. ഈ ജീവികളെല്ലാം അവന്റെ മുന്നിലൂടെ കടത്തിവിട്ടു, അതിനൊക്കെ പേരിട്ടു, തക്കതായ ഒരു തുണയെ കണ്ടെത്തിയില്ല. അതിനുശേഷം പുരുഷൻ ഒരു ഗാഠനിദ്ര വരുത്തി അവന്റെ വാരിയെല്ലിൽ ഒന്ന് എടുത്ത സ്ഥലം മാംസം കൊണ്ട് മൂടി ആ വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി കൊണ്ടു കൊടുക്കുക. അപ്പോൾ പുരുഷനിൽ നിന്നാണ്, അത്രയുള്ള പറയുന്നതിന്റെ അർത്ഥം, പുരുഷനിൽ നിന്നാണ് സ്ത്രീയെ എടുത്തിരിക്കുന്നത്. അതാണ് 8-9 വായിക്കാം. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. അത് നമ്മള് ഉൽപ്പത്തി 2:18 വായിക്കുന്നുണ്ട്. അവന് ഞാൻ ഒരു തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. പുരുഷന് തക്ക തുണ, ഒരു നല്ല സഹായി, ഒരു ബെറ്റർ ഹെൽപ്പർ ആയിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷന് വേണ്ടിയാണ്, പുരുഷനായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പൊ ഈ 2 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, പുരുഷനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട സ്ത്രീ, പുരുഷന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സ്ത്രീയെ പുരുഷന് വിധേയപ്പെടുന്നു എന്നതിന്റെ അടയാളമായി തലയിൽ മൂടുപടം ധരിച്ചു വേണം ആത്മീയ ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാൻ, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ എന്നുള്ളതാണ്. 10-ാം വാക്യം വായിക്കും. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം. മതി. ഇത് ഒരല്പസമയം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഇതുവരെ ചില വാക്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാൻ പറ്റുന്നതാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10-ാം വാക്യത്തിൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത് വളരെ തെറ്റായി ഈ വാക്യം വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന് ഇത് ശ്രദ്ധിക്കുന്നവർക്ക് ഒക്കെ അറിയാം. ഈ ഭാഗങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവർക്ക് അറിയാം. പലരും എങ്ങനെയാണ് തെറ്റായി വ്യാഖ്യാനിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. സ്ത്രീ മൂടുപടം ഇടാതിരിക്കുകയും ദൂതന്മാര് സ്ത്രീകളെ മൂടുപടം ഇടാതിരിക്കുന്ന സാഹചര്യത്തിൽ കാണുകയും അവരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് അവരെ ഭാര്യമാരായി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് മൂടുപടം ഇടണം എന്ന ഒരു വ്യാഖ്യാനം ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ട്. അതിന് ഉദാഹരണമായിട്ട് എടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നോഹയുടെ കാലത്തെ കാര്യമാണ്.
അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവപുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടെന്നും ബോധിച്ചവരെയൊക്കെ ഭാര്യമാരായി എടുത്തെന്നും സംഭവമൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ ഭാഗം ഒന്നും ഇപ്പം നമ്മൾ വിശദീകരിക്കുന്നില്ല, അത് നമ്മൾ ഇപ്പോൾ വിശദീകരിക്കേണ്ട ഒരു ഭാഗമല്ല. അതുകൊണ്ട് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് അതൊന്നും ദൂതന്മാരല്ലത്, ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ അറിയുന്ന അംഗീകരിക്കുന്നവരായിട്ടുള്ളവരാണ് ദൈവപുത്രന്മാർ. മനുഷ്യപുത്രന്മാർ എന്ന് പറയുന്നത് ദൈവത്തെ അംഗീകരിക്കാൻ ചെയ്യത്തും. അവർ തമ്മിൽ വിവാഹം പാടില്ല, അവർ തമ്മിൽ വിവാഹം കഴിച്ചു, സൗന്ദര്യം ബോധിച്ചവരെയൊക്കെ ഭാര്യമാരായിട്ട് എടുത്തു എന്നാണ് അവിടെ പറയുന്നത്. അത് ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ, നമ്മുടെ പഠനമല്ലാത്തത് കൊണ്ട്. അപ്പൊ ഇവിടെ ഈ സ്ത്രീകൾ മൂടുപടമിടാതിരുന്നാൽ ദൂതന്മാര് അവരിൽ ആകർഷിക്കപ്പെടാനും അവരെ ഭാര്യമാരെ സ്വീകരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂടുപടം ഇട്ടുകൊണ്ട് ഇരിക്കണം എന്നുള്ളതാണ്. അത് ഒരു ബാലിശമായ വ്യാഖ്യാനമാണെന്ന് ഓർക്കണം. സ്വർഗത്തിൽ ഇരുന്ന് തന്നെ ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ നോക്കുകയും കാണുകയും, ചില വാക്യങ്ങൾ നമ്മൾ വായിക്കും, നോക്കുകയും കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നവരാണ് ദൂതന്മാർ. അവർക്കൊരു തുണി കൊണ്ടുള്ള ഒരു ആവരണത്തിന്റെ അകത്തെ മുഖം കാണാൻ പറ്റത്തില്ലേ? അപ്പൊ അത് ബാലിശമായ ഒരു വ്യാഖ്യാനമാണ്, അത് വിടാം. നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൂതന്മാർ നിമിത്തം അധീനതാ ലക്ഷ്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യം ഈ അധീനതാ ലക്ഷ്യം എന്നുള്ളത് ഒന്ന് പറയാം. രക്ഷിക്കപ്പെട്ട ഓരോ സ്ത്രീകളുടെയും ഒരു ലക്ഷ്യമുണ്ട്. അവർക്ക് ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യം, ഞാൻ ദൈവത്തിന് കീഴ്പ്പെട്ട് ഇരിക്കുന്നു, ഞാൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു, ദൈവം എനിക്ക് തന്ന ഭർത്താവിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുക, എന്ന് എൻ്റെ ജീവിതം കൊണ്ട് ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അനുസരിക്കുന്നതിലൂടെ വെളിപ്പെടുത്തുക എന്ന വലിയൊരു ലക്ഷ്യം, ഞാൻ അധീനയാണ് എന്ന് വെളിപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം ഓരോ രക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കും ഉണ്ട്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൂതന്മാർ നിമിത്തം ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ദൂതന്മാർ നിമിത്തം അധീനതാ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നോക്കാം. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. ദൂതന്മാര് സൃഷ്ടികളാണെന്ന് നമുക്കറിയാം. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചതാണ്. ദൂതന്മാര് നമ്മൾ അറിയുന്നതനുസരിച്ച് പേരുള്ള 3 ദൂതന്മാരുണ്ട്. മിഖായേല്, ഗബ്രിയേല്, പിന്നെ അരുണോദയപുത്രനായ ശുക്രൻ. ഈ 3 ദൂതന്മാർ പേരുള്ളവരായി നമ്മൾ അറിയുന്നത്. പിന്നെ ഈ ഓരോ ദൂതന്മാർക്ക്, ഈ പേര് പറഞ്ഞ ദൂതന്മാരുടെ കീഴിൽ അസംഖ്യം ദൂതന്മാരുമുണ്ട്. ഇവരെ എല്ലാം ദൈവം ആദിയിൽ സൃഷ്ടിച്ചതാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനൊക്കെ മുൻപേ അവരെ സൃഷ്ടിച്ചാണ്. തുടർന്ന് ദൈവത്തോടു കൂടെ എപ്പോഴും ഈ ദൂതന്മാരും ഉണ്ട്. അതിനുവേണ്ടി അതൊന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം. 1 തീമോഥെയോസ് 5:21. 1 തീമോഥെയോസ് 5:21. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തു യേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. തീമോഥെയോസിനോട് പൗലോസ് ചില കാര്യങ്ങൾ പറയാണ്. ഞാൻ ദൈവത്തെയും പുത്രനെയും ദൂതന്മാരെയും സാക്ഷി നിർത്തിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ദൂതന്മാരുടെ സാന്നിധ്യം എല്ലാ സ്ഥലത്തുമുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാരായതുകൊണ്ട് എപ്പോഴും ഈ ദൂതന്മാർ ദൈവത്തോടു കൂടെ ഉണ്ട്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം അവിടെ ഉണ്ട്. ആദ്യം സൃഷ്ടിച്ചത് പുരുഷനെയാണ് എന്ന് ഈ ദൂതന്മാരെ കണ്ടതാണ് ദൂതന്മാർക്കറിയാം. രണ്ടാമതാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. അതിലും ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ട്. സ്ത്രീയാണ് പാപം ചെയ്ത് ലംഘനത്തിൽ അകപ്പെട്ടത് എന്ന കാര്യവും ദൂതന്മാർക്ക് അറിയാം. മാത്രമല്ല, തിരുവെഴുത്തിൽ ഇങ്ങനെ സ്ത്രീകൾ മൂടുപടം ഇടണമെന്നും സ്ത്രീകൾ പുരുഷന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്നും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്നും തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം, കാരണം ദൈവത്തിന്റെ വചനം തന്നതിനും ദൂതന്മാരുടെ പങ്കുണ്ട്. അത് എബ്രായർ പിന്നെ വായിച്ചാൽ മതി. എബ്രായ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതൊന്ന് വായിക്കാം. എബ്രായർ 2:2. ഞാനിവിടെ നോക്കാം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും മതി. നമുക്ക് അത്രയും മതി. ദൂതന്മാർ മുഖാന്തരം അരളിച്ചത്. അപ്പൊ വചനമൊക്കെ തരുമ്പോൾ ആ വചനത്തിനൊക്കെ സാക്ഷികളായിട്ട് ഈ ദൂതന്മാരുണ്ട്. അപ്പോൾ സ്ത്രീകൾ വിനയപ്പെടണം, സ്ത്രീകൾ കീഴ്പ്പെടണം, സ്ത്രീകൾ അനുസരിക്കണം, അവരുടെ അനുസരണത്തിന്റെ ലക്ഷണമായിട്ടുള്ള മൂടുപടം അവർ ഇടണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം
ദൂതന്മാർക്കറിയാം. ദൂതന്മാർ നമ്മുടെ സേവകാത്മാക്കളാണെന്ന് എബ്രായർ 1:14 നമ്മൾ വായിക്കുന്നുണ്ട്. അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ സ്ത്രീകൾ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും മൂടുപടം ഇടണം. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം, അങ്ങനെ ദൈവമക്കളായ സ്ത്രീകൾ ചിന്തിക്കത്തില്ല, പക്ഷെ ചിന്തിക്കാം, ഓ ആരുമില്ലല്ലോ, എന്നാ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പൊ തലേ തുണി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കാം. നമ്മൾ ഓർക്കണം, ആരുമില്ലായിരിക്കും അവിടെ, ദൈവം ഉണ്ടെന്ന് നമ്മൾ അറിയാം. ദൂതന്മാരും തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അവര് ദൈവത്തെ അനുസരിക്കുന്നവരാണ്. അവര് ഇതിനെല്ലാം സാക്ഷികളാണ്. അതുകൊണ്ട് അവരുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് അവരിതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൂതന്മാർക്ക് മനുഷ്യരുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണ്. ഒന്ന്, അവർ നമ്മളെ സേവകാത്മാക്കളാണ്. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1 പത്രോസ് 1:12 അവർ കുനിഞ്ഞു നോക്കുന്നു, സ്വർഗത്തിലിരുന്ന് ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചത്, 1 പത്രോസ് 1:12. പത്രോസ് 1:12. അയ്യോ, കേൾക്കുന്നില്ലായിരുന്നോ? 1 പത്രോസ് 1:12. കേട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. നോക്ക, മനുഷ്യർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൂതന്മാരുടെ ഒരു ശ്രദ്ധയോടുണ്ട്. കുനിഞ്ഞു നോക്കുന്നു പറഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കുന്നു എന്നർത്ഥം. അതൊന്ന് അറിയാനുള്ള ആഗ്രഹത്തോടെ. അപ്പോൾ ദൈവദൂതന്മാരുടെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുണ്ട്. ഇവിടെ സ്ത്രീകൾ മൂടുപടം ഇടുന്ന കാര്യം പറഞ്ഞു വരുമ്പോൾ അവരോട് പറയുകയാണ്, അവരുടെ സാന്നിധ്യമുണ്ട്, അവർ അനുസരിക്കുന്നവരാണ്, അതുകൊണ്ട് അവർ ഈ വചനം അറിയുന്നവരാണ്, ഈ കാര്യങ്ങളെല്ലാം അവർ സാക്ഷികളായതുകൊണ്ട് ആ കാരണത്താലും നിങ്ങൾ മൂടുപടം ഇടണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. ദൂതന്മാർ നിമിത്തം എന്ന് പറയുന്നത് അല്ലാതെ മറ്റ് വ്യാഖ്യാനങ്ങളൊന്നും അല്ല. ഇത് തന്നെയാണ്, അവരുടെ സാന്നിധ്യമുണ്ട്, അവരിതെല്ലാം അറിയുന്നവരാണ്, ദൈവം പറഞ്ഞതൊക്കെ അവർക്കറിയാം, അവർ അനുസരിക്കുന്നവരാണ്. നാം അനുസരിക്കുന്നുവോ ഇല്ലയോ എന്ന് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മൂടുപടം ഇടണം എന്നുള്ളതാണ്. 11-ാം വാക്യം വായിക്കാം. ഇത് നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. 11-ാം വാക്യം. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോൾ ഓർക്കണം, സ്ത്രീ ഇങ്ങനെ വിനയപ്പെടണം, മൂടുപടം ഇടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്ത്രീ ഒരു 2ാം സ്ഥാനക്കാരി അല്ല, അതൊരു താണനിലയല്ല എന്ന് നമ്മൾ പലപ്പോഴും ഓർത്തു. അതാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീക്കും പുരുഷനും ദൈവസന്നിധിയിൽ ഒരേ വിലയാണ്. പുരുഷന്റെ ആത്മാവിന് വില കൂടുതലോ സ്ത്രീയുടെ ആത്മാവിന് വിലക്കുറവോ അല്ല. ഒരേ രക്തം കൊടുത്താണ് രണ്ടു കൂട്ടരെയും വീണ്ടെടുത്തിരിക്കുന്നത്. പുരുഷനെയും സ്ത്രീയും ഒരേ രക്തമാണ്, ഒരേ വിലമതിക്കാനാവാത്ത രക്തമാണ് കൊടുത്തത്, ഒരേ ജീവനാണ് അതിനു വേണ്ടി കൊടുത്തത്. യേശുക്രിസ്തുവിന്റെ യാഗത്താലാണ് രണ്ടുപേരെയും വീണ്ടെടുത്തത്. തന്നെയുമല്ല, 1 പത്രോസ് 3:7 നമ്മൾ വായിക്കുന്നു, അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. അപ്പോൾ സ്ത്രീയും പുരുഷനും തുല്യമാണ്. എന്നാൽ ഭൂമിയിൽ ജീവിക്കുന്ന അല്പനാളേക്ക് അവരുടെ ശുശ്രൂഷയിൽ, അവരുടെ ശരീരഘടനയിൽ ഒക്കെ ചില വ്യത്യാസങ്ങൾ, അത് ഭൂമിയിലെ സുഗമമായ ജീവിതത്തിന് വേണ്ടി ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നതാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ രണ്ടുപേരും തുല്യരാണ്. അടുത്ത 12-ാം വാക്യം. 12. സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു, എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. നോക്കുക, അത് അവിടെ ഗൗരവതരമായ ഒരു കാര്യമാണ് പറയുന്നത്. എന്താ പറയുന്നത് ചോദിച്ചാല്, ഒരു സ്ത്രീ, ആദ്യത്തെ സ്ത്രീ ഉണ്ടായത് പുരുഷനിൽ നിന്നാണ്. പിന്നെ എല്ലാ സ്ത്രീകളും അങ്ങനല്ല. പിന്നെ ദൈവം ചെയ്തത് എല്ലാം ഇങ്ങനെ പുരുഷന്റെ ഭാര്യയിൽ എടുക്കുക, സ്ത്രീയെ ഉണ്ടാക്കുക, അങ്ങനെയല്ല ചെയ്തേക്കുന്നത്, ഭാര്യ ആക്കി കൊടുക്കുക, അങ്ങനെയല്ല ചെയ്തേക്കുക. ആദ്യത്തെ ഒരു പുരുഷനിൽ നിന്നാണ്, ആദ്യത്തെ ഒരു സ്ത്രീ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത്. പിന്നീട് ഉണ്ടായിട്ടുള്ള സകല പുരുഷന്മാരും സ്ത്രീകൾ മുഖാന്തരമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ മാനുഷിക ബുദ്ധിയല്ല, മാനുഷികമായ കാര്യപരിപാടിയല്ല, മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതല്ല. ഇതൊക്കെ സ്വർഗീയ തീരുമാനമാണ്, സ്വർഗീയമായ നിയമമാണ്, സ്വർഗീയ നിർണയമാണ്. അതുകൊണ്ട് അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു സ്വർഗീയ തീരുമാനമാണ്. ഏതാ? സ്ത്രീകൾ മൂടുപടം ഇടണമെന്നും പുരുഷന് കീഴ്പ്പെടണമെന്നും ഉള്ളത് ഒരു സ്വർഗീയ തീരുമാനമാണ്. അത് മനസ്സിലാക്കി അത് അംഗീകരിക്കാനാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് 13-ാം വാക്യം വായിക്കാം. നിങ്ങൾ തന്നെ വിധിപ്പീൻ, സ്ത്രീ മൂടുപടമിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വരാം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു. നമ്മള് സാധാരണ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ഒരാളെ പറഞ്ഞ് കൊടുത്തിട്ട് പറയും, ഇനി സ്വയം ഒന്ന് ചിന്തിച്ചേ, ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിക്കുക എന്ന് പറയാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.
സ്ത്രീ മൂടുപടം ഇടണം, എന്തുകൊണ്ടിടണം, എപ്പോഴിടണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം മുതൽ നോക്കുകയാണെങ്കിൽ സ്ത്രീയുടെ തല പുരുഷനാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മൂടുപടം ഇല്ലെങ്കിൽ അത് ഭർത്താവിന് അപമാനമാണ് എന്ന് പറയുന്നു. ഭർത്താവിന് മാത്രമല്ല, നിനക്ക് തന്നെ അപമാനമാണ്. നീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ ആൾക്കാര് നിന്നെ ക്ഷൗരം ചെയ്യിച്ച ഒരു സ്ത്രീയെ കാണുന്ന പോലെയാ, ദുർനടപ്പിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ പോലെയാ കാണുന്നത്. അതുകൊണ്ടത് നിനക്ക് അപമാനമാണ്. അത് പുരുഷനിൽ നിന്നാണ് സ്ത്രീയെ ഉണ്ടായിരിക്കുന്നത്, പുരുഷന് വേണ്ടിയാണ് സ്ത്രീയെ ഉണ്ടാക്കിയത്. ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട് എപ്പോഴും. അതുപോലെ തന്നെ സകലവും ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്. ഇനി സ്വയം ഒന്ന് തീരുമാനിച്ചത് വേണോ വേണ്ടായോ എന്ന്. ഇത്രയും കാര്യങ്ങൾ ഹൃദയപൂർവ്വം പഠിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഏതൊരു സഹോദരിയും ഉറപ്പായും തീരുമാനമെടുക്കും, തീർച്ചയായും ഞാൻ മൂടുപടമിട്ട് വേണം ദൈവസന്നിധിയിലായിരിക്കാൻ, മൂടുപടമിട്ട് വേണം പിന്നെ ദൈവ ആത്മീക ശുശ്രൂഷകൾ ചെയ്യാനായിട്ട്. ഞാൻ ഒരിക്കൽ ഉദാഹരണം പറയണോ പറയണ്ട എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ പറയാനായിട്ട് ഇപ്പോൾ മനസ്സ് പറയുന്നുണ്ട് പറയണം. ഞാൻ ഒരു മറ്റ് വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്ത് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഒരു കോൺഫറൻസിന് ക്ഷണിച്ച് ഞാൻ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ കോൺഫറൻസ് കഴിഞ്ഞ് സൺഡേ വർഷിപ്പിന് കൂടിയപ്പോൾ എന്നോട് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, ഞാൻ മലയാളത്തിൽ പറയുന്നു, സഹോദര, ഇവിടെ കൂടി വരുന്ന സ്ത്രീകൾ പലരും അവര് തല മൂടുകയില്ല എന്ന് പറഞ്ഞു. തല മൂടത്തില്ല, തലയിൽ ചിലര് തൊപ്പി പോലെ എന്തെങ്കിലും ഒന്ന് വെക്കും, ചിലര് അധികം പേരും തല മൂടുകയില്ല എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ അന്ന് പറഞ്ഞൊരു വാചകം ഉണ്ടാവും, ബ്രദറിനോട് പറഞ്ഞത്, ബ്രദറെ, ആദ്യം അവർ ശരീരം വേണ്ടവണ്ണം മൂടട്ടെ, പിന്നീട് രണ്ടാമത്തെ കാര്യമായി തല കണക്കാക്കാം എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഈ വചനത്തിന് ഒരു വിലയും കൊടുക്കാതെ വിശ്വാസികൾ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന വരെ ഇതിന് വില കൊടുക്കാതെ ഇപ്പൊ തലയിൽ തുണിയിടണ്ട. നമ്മൾ ഇത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ വിചാരിക്കുകയാണ്, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളൊക്കെ പ്രാർത്ഥന സമയത്ത് നിങ്ങൾ കൂടിയിരിക്കുന്ന ചിലടത്തൊക്കെ അത് സാരമായ ഒരു കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ വചനം പഠിക്കുമ്പോൾ സ്വയം ഒരു യെസ്, ഇത് ദൈവിക സംവിധാനമാണ്, ദൈവത്തിന്റെ നിർണയമാണ്, ദൈവം കൽപ്പിച്ചിരിക്കുന്നതാണ്, ഇതെനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയുകയില്ല, ഇതനുസരിച്ചേ മതിയാകുള്ളൂ. ഇതനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ അപമാനിക്കുന്നു, എന്നെ അപമാനിക്കുന്നു, ദൈവത്തെ അപമാനിക്കുന്നു എന്ന് മനസ്സിലാക്കി തീരുമാനം എടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ മീറ്റിംഗിൽ സംബന്ധിക്കുന്നവരെല്ലാം നമുക്കറിയാവരെല്ലാം നമ്മൾ കാണുന്നതാണ്, യോഗ്യമായി തലമൂടി കൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരാണ്. നമുക്കിനിയും അടുത്ത വാക്യത്തിലേക്ക് പോകാം, അതായത് 14-ാം വാക്യം. പുരുഷൻ മുടി നീട്ടിയാൽ അത് അവൻ അപമാനമെന്നും സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നത് കൊണ്ട് അവൾക്ക് മാനമാകുന്നു എന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? 14-15 വായിച്ചത് നന്നായി ഒരുമിച്ച് നോക്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുരുഷൻ മുടി നീട്ടിയാൽ അത് അവൻ അപമാനമെന്ന്. ഇത് ഇന്ന് കേട്ടാല് നമ്മളെ പരിഹസിക്കും ആൾക്കാർ. മുടി നീട്ടിയാൽ അത് അവൻ അപമാനമാണെന്ന് പറഞ്ഞാല് നമ്മളെ പരിഹസിക്കത്തേ ഉള്ളൂ. കാരണം ഇന്ന് മുടി നീട്ടുന്നതാണ് അഭിമാനം. പുരുഷന്മാര് ഇപ്പൊ എനിക്കൊന്നൊരു 10% ആൾക്കാർ, അത് പുരുഷന്മാർ വിശ്വാസികളായിട്ടുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല, വിശ്വാസികളായിട്ടുള്ളവർ ഇനിയും തുടങ്ങുമായിരിക്കും, അറിയത്തില്ല. പക്ഷെ കണ്ടുവരുന്നത് പുരുഷന്മാർ, ഇതിവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസികളെ ഉദ്ദേശിച്ചല്ല, വിശ്വാസികളെ മാത്രം ഉദ്ദേശിച്ചല്ല പറഞ്ഞേക്കുന്നത്, ഇത് പൊതുവായി പുരുഷന്മാരെ ഉദ്ദേശിച്ചാ പറയുന്നത്. അപ്പൊ പുരുഷന് മുടി നീട്ടിയാൽ അത് അപമാനമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്, പക്ഷെ അത് അഭിമാനമെന്നാണ് ഇപ്പോൾ കാണുന്നത്. ഒരു വാക്യം അതുകൊണ്ട് അത് വായിക്കണം, ഫിലിപ്പിയർ 3:10. അത് എന്തുകൊണ്ടാണ് ഇപ്പൊ അത് അഭിമാനമായിരിക്കുന്നത് എന്നുള്ളതിന് ഒരു വാക്യമുണ്ട്. ആ വാക്യം നമ്മൾ അറിയുന്ന വാക്യമാണ്, ഫിലിപ്പിയർ 3:10. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അതല്ല വാക്യം. 3:10 വായിച്ചത്? 3:10 വായിച്ചത്? ഫിലിപ്പിയർ 3:10 വായിച്ചത്. ഒരു പക്ഷെ 3:16 നോക്കി. എന്നാൽ നാം പ്രാവശ്യം പരിജ്ഞാനം അനുസരിച്ച് നടക്കുക. വേണ്ട, ഞാൻ ആ വാക്യം അങ്ങ് പറയാം. നിങ്ങളത് കണ്ടുപിടിക്കുക. 3-ാം അധ്യായത്തിലുണ്ട്. ഏതാ വാക്യം? അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ബാക്കി കണ്ടോ? പിന്നെ നമുക്ക് പിന്നെ നോക്കി കണ്ടുപിടിക്കാം. 3:19 അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നവരുണ്ടല്ലോ,
അവർക്ക് ഈ ലജ്ജയായതിൽ ആ മാനം, ഇവിടെ തിരുവെഴുത്ത് പറയുന്നു മുടി നീട്ടിയാൽ അത് ലജ്ജിക്കേണ്ട കാര്യമല്ല, ലജ്ജയായതാണ്, അത് അപമാനപരമായ കാര്യമാണ്. പക്ഷേ ഇന്ന് ലജ്ജയായതിൽ മാനം കാണുകയാണ്. അതുകൊണ്ട് നമുക്ക് അത്രയും പറഞ്ഞത് വിടാം. അത് ഇന്ന് മുടി നീട്ടിയാൽ തിരുവെഴുത്ത് പറയുന്നു അത് അവന് അപമാനമാണ് എന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് അത് മാനമായി ഇന്ന് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ലജ്ജയായതിൽ അവർ മാനിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നത്. മുടി നീളമുള്ള മുടിയുടെ നീളമുള്ള, നീളം ഞാൻ ഉദ്ദേശിക്കുന്നത് എത്രയോ നീളമൊന്നുമില്ല, നീണ്ട മുടി. അത് സ്ത്രീകൾക്ക് സാധാരണ ദൈവം കൊടുത്തിരിക്കുന്നത് നീളമുള്ള മുടിയാണ്. പുരുഷന്മാർക്ക് അത്രത്തോളം കൊടുത്തിട്ടില്ല. ചുരുക്കമായിട്ട് ചിലർക്ക് നീളമുള്ള മുടി ഉണ്ടാകാം. പുരുഷന്മാർ കഷണ്ടി ആകുന്ന പോലെ സ്ത്രീകളാകുന്നില്ല. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് തന്നെ പുരുഷന്മാർക്ക് മുടി ഷോർട്ടായിട്ടുള്ളതാണ്, സ്ത്രീകൾക്ക് ലോങ് ഹെയറുമാണ്. അത് നല്ലതാണ്, അത് ഭംഗിയാണ്, അത് യോഗ്യമാണ്, മനോഹരമാണ്. അപ്പൊ ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദുർവ്യാഖ്യാനമുണ്ട്. എന്താ അറിയോ, അത് മൂടുപടത്തിന് പകരം കൊടുത്തിരിക്കുന്നതല്ലേ, അപ്പൊ പിന്നെ മൂടുപടം ഇടണോ? ഇത് ചോദ്യം. ഇങ്ങനെയുള്ള കൃത്രിപ്പുകാരെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ദൈവവചനത്തിന് കീഴ്പ്പെടാൻ കഴിയാത്ത നിലയിലുള്ള ചോദ്യമാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ മൂടുപടത്തിന് പകരമാണ് ഈ നീളമുള്ള മുടി കൊടുത്തിരിക്കുന്നത്, പിന്നെ മൂടുപടം ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന്. അത് ശ്രദ്ധിക്കുക. അത് പ്രകൃതി പഠിപ്പിക്കുന്ന കാര്യമാണ്, ദൈവം പഠിപ്പിക്കുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് ആ സ്ത്രീയുടെ മുടി നോക്കുക, ലോങ് ഹെയർ സ്ത്രീകൾക്കാണുള്ളത്. അത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആലോചന എന്നുള്ളതേ ഉള്ളൂ, അതല്ല നമ്മൾ അനുസരിക്കേണ്ടത്. ദൈവം എന്ത് പറയുന്നു? ദൈവം പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ മൂടുപടമിടണം എന്നാണ്. അതിന് പിന്നെ വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ പ്രകൃതിയിൽ നിന്ന് പോലും നമുക്കൊരു ബുദ്ധി, ഇങ്ങനെ ഒരു ആലോചന നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. മൂടുപടത്തിന് പകരമല്ല മുടി എന്ന് നമ്മൾ ഓർക്കണം. എത്ര നീളമുള്ള മുടി ഉണ്ടെങ്കിലും മൂടുപടം ഇട്ടിരിക്കണം എന്നുള്ളതാണ്. ഒടുവിലത്തെ വാക്യമായി അവസാനിപ്പിക്കും. ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ. തീർച്ചയായിട്ടും നമ്മളിപ്പോ കേട്ടപ്പോൾ ഇനിയും എത്രയോ ചോദ്യങ്ങൾ ബാക്കി കിടക്കുന്ന, ഒരുപാട് തർക്കത്തിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആരെങ്കിലും തർക്കിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മര്യാദയില്ല എന്ന് പറഞ്ഞാൽ, തർക്കിച്ച് ദൈവവചനം സ്ഥാപിക്കുന്ന ഒരു മര്യാദ ദൈവത്തിനോ ദൈവസഭയ്ക്കോ ഇല്ല എന്നാണ് പറയുന്നത്. തർക്കിച്ചല്ല, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, തർക്കിച്ചല്ല ദൈവവചനം സ്ഥാപിക്കേണ്ടത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. ഓരോരുത്തരും ആരെങ്കിലും പറയുന്നത് കേട്ടുമല്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നു, ഞാൻ വളരെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വളരെ സമയം ചെലവഴിച്ച് തന്നെയാണ് ഞാൻ വചനം ശുശ്രൂഷിക്കുന്നത് എന്ന് വരികിലും ഞാൻ അത് അതുപോലെ സ്വീകരിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പകരം പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ ഇരുന്നാട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ, പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തരുന്നെങ്കിൽ അത് ബോധ്യപ്പെടണം. അങ്ങനെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പൗലോസ് തന്നെ പറയാണ്, ആരെങ്കിലും തർക്കിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മര്യാദ, തർക്കിച്ച് വചനം ബോധ്യപ്പെടുത്തുന്ന ഒരു മര്യാദ ഞങ്ങൾക്കില്ല എന്ന് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരാശയം. മറ്റൊരാശയം, ഈ വിഷയത്തില് തർക്കിക്കാൻ വന്നാൽ തർക്കിക്കാൻ പോകണ്ട, പകരം ദൈവസഭയുടെ രീതി ഇതാണ്, ദൈവസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശം ഇതാണ് എന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമ്മൾ പഠിച്ചത് ഒരേ ഒരു കാര്യം, സ്ത്രീകൾ ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോഴും ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും അവർ മൂടുപടമിട്ട് വിനയപ്പെട്ട് വിധേയപ്പെട്ട് ദൈവസന്നിധിയിലായിരിക്കണം. ദൈവം പ്രസാദിക്കുന്നു, സന്തോഷിക്കുന്നു, ദൈവം അഭിമാനിക്കുന്നു, ദൈവം അവരെ പ്രശംസിക്കുന്നു. നമ്മുടെ വാത്സല്യ സഹോദരന്മാർക്കുള്ള ഉപദേശം ഇതിനകത്തുണ്ട്. അതൊക്കെ സ്വീകരിക്കുവാൻ പ്രയോജനപ്പെടുത്താൻ ഇടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.